ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ദിലീപിൻ്റെ വിധി അറിയാം. വിധി തീരുമാനിക്കുന്ന ജീവിതം ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്നുള്ളത് തീരുമാനിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്ന് രാവിലെ ഇങ്ങനെ ആലോചിച്ച് ഞാൻ കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഒരു സങ്കടം, അങ്ങനെ അത് മാത്രം ആലോചിക്കും. ഇന്ന് 8-ാം തീയതി ആണല്ലോ, ഇന്നാണല്ലോ ദിലീപിൻ്റെ വിധി എന്ന് ആലോചിക്കുമ്പോൾ അത് ആലോചിക്കുന്ന നിമിഷം കഴിയുമോ കഷ്ടം എന്നൊരു സങ്കടം ഇങ്ങനെ മനസ്സിലേക്ക് വരും. എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ജനകീയ നായകൻ എന്നൊക്കെ പറയുന്ന പോലെ കുറേ അധികം കോമഡി കാണിച്ച് നമ്മളെയൊക്കെ ചിരിപ്പിക്കുക, നമ്മളൊക്കെ അറിയാതെ പോലും ഇഷ്ടപ്പെട്ടു പോയ ഒരു നടനാണ്. ഞാനത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൊച്ചു ചെറുപ്പത്തിൽ ഈ ദിലീപിൻ്റെ സിനിമ തന്നെ ഇങ്ങനെ തന്നെയും പിന്നെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. കാർട്ടൂൺ ഇടുന്ന പോലെ ഇങ്ങനെ സിനിമ CID മ്യൂസിക് ഇടുക. അപ്പോൾ അതിൻ്റെ അകത്ത് ഓരോ ഡയലോഗ് പോലും ഞങ്ങൾ വീട്ടിലുള്ളവർ കാണാൻ പഠിച്ചു. അപ്പം നമ്മളും അറിയാതെ ദിലീപിനെ അങ്ങനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയാണ്. പക്ഷെ അത് ഇങ്ങനെ ആലോചിച്ച് ആ നിമിഷം തന്നെ മനസ്സിലേക്ക് അതിനേക്കാട്ടും ശക്തമായിട്ട് കയറി വന്ന ഒരു കാര്യം, അയ്യോ അങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ? കാരണം ആ പെൺകുട്ടി അന്ന് രാത്രിയിൽ അനുഭവിച്ചത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അവരായതുകൊണ്ട് മാത്രം ആത്മഹത്യ ചെയ്യാത്തതെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം റേപ്പെന്നൊക്കെ അന്ന് തുടക്കത്തിൽ കേട്ടിരുന്ന സത്യം പറഞ്ഞാൽ റേപ്പ് നടന്നിട്ടില്ലെന്നാണ് അന്നത്തെ വാർത്തകളിൽ ആദ്യം വന്നത്. പിന്നെ ലാൽ മീഡിയയിൽ ഓടിക്കേറിയ കാര്യവും IPS ആയിട്ടുള്ള ഒരു ഓഫീസറെ വിളിക്കുകയൊക്കെ ചെയ്തില്ലേ ലാൽ. ആ സമയത്ത് റേപ്പ് നടന്നിട്ടില്ല എന്നുള്ളത്. പിന്നെ ഈ ഒരു വിചാരണ മുഴുവൻ രഹസ്യമായിട്ടൊക്കെയാണ് നടക്കുന്നതെന്നും നമ്മളെ അങ്ങനെ അത്ര അറിയിച്ചില്ല. പക്ഷേ ഇപ്പോൾ രഹസ്യ വിചാരണ പുറത്തായിട്ടുണ്ട്. ശരിക്കും ഇപ്പം നടന്ന എന്താണെന്ന് വാർത്താ മീഡിയക്കാർ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിക്കണം. അപ്പോൾ തെറ്റ് ദിലീപിൻ്റെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരാണിനും പെണ്ണിനും ഒന്നും മാപ്പ് കൊടുക്കാൻ പറ്റാത്ത ഒരു രീതിയാണ് വന്നിരിക്കുന്നത്. അന്ന് നടിയുടെ അച്ഛൻ മരിച്ചിരിക്കുന്ന സമയമായിരുന്നു തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ഒറ്റപ്പെട്ട് പോയത്, ഒറ്റയ്ക്ക് കാറി കയറേണ്ടി വന്നത് അതുകൊണ്ടാണെന്നാണ് തോന്നുന്നത്. ഏതായാലും ആ ഒരു യാത്ര, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഞങ്ങളൊക്കെ താമസിക്കുന്നതിൽ അതിലെയാണ് രാത്രിയിൽ ആ യാത്ര നടത്തിക്കുന്നത്. പലപ്പോഴും വഴികളിൽ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാവില്ല. വിജനമായ വഴിയിൽ രാത്രിയിൽ കുറേയധികം ആഭാസന്മാർക്കൊപ്പം കാറിൽ അവരുടെ ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങി ഒന്നിലധികം പുരുഷന്മാരുണ്ടായി. അതാലോചിക്കണം. പിന്നീട് ഞാനൊക്കെ അറിഞ്ഞത് ഇതിൻ്റെ കുറേ പൊടിപ്പും തൊങ്ങലും വെച്ച് വാമൊഴിയായിട്ട് ഒത്തിരി സംഭവം കേട്ടതിൻ്റെ അതൊന്നൊക്കെ മാനസികമായിട്ട് വാക്കുകൾ കൊണ്ട് ഒത്തിരിയധികം പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആ ഡയലോഗുകളൊക്കെ ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. എനിക്കതിവിടെ പറയാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ പറഞ്ഞത് അതൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ലാത്ത പോലത്തെ ഡയലോഗുകളും ഒത്തിരി കാര്യങ്ങൾ. ചിലപ്പോൾ ഒരുപക്ഷെ അതൊക്കെ ഉണ്ടാക്കി പറയുന്നതാവാം. നാട്ടുകാർ പറഞ്ഞറിഞ്ഞിട്ടുള്ള ഈ തമ്മനം ഭാഗത്തു നിന്നൊക്കെ ഇവർ ഇത് കാറിലുണ്ടായിരുന്ന ചിലരോട് പറഞ്ഞു. അവർ തമ്മനം ഭാഗത്തൊക്കെയുള്ള ഹോട്ടലുകളിലൊക്കെ വന്നിരുന്ന് പറഞ്ഞ്, വർക്ക്ഷോപ്പുകളിലൊക്കെ പറഞ്ഞ് പിന്നീട് ഞങ്ങളുടെയൊക്കെ ചെവികളിലെത്തി ഇട്ടുള്ളതാണ്. അത് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ക്രൂരതയിലാണ്. അപ്പം ഇന്ന് രാവിലെ ഞാൻ ദിലീപിനെ പറ്റി ഇങ്ങനെ ചിന്തിച്ചപ്പോൾ തന്നെ തിരിച്ച് ആ നിമിഷം ആലോചിച്ചു. ദൈവമേ, ആ ഒരു സ്ത്രീ അനുഭവിച്ചത് നമുക്കൊന്നും സങ്കല്പിക്കാൻ പറ്റില്ല. അത്ര ക്രൂരമായ സംഭവങ്ങളാണ് അന്ന് അരങ്ങേറിയിരിക്കുന്നത്. ആദ്യം റേപ്പ് നടന്നില്ല എന്ന് പറഞ്ഞു, പക്ഷേ ഇപ്പം റേപ്പ് നടന്നു എന്നുള്ള രീതിയിൽ പുറത്തു വരുന്നുണ്ട്. അപ്പം ഈ വാർത്തയിൽ ഇപ്പം അത് അവർ കാണിക്കുന്നുണ്ട്. നമുക്കതൊന്ന് കാണാം. പൾസർ സുനിയും സംഘവും തലേ ദിവസം തന്നെ കുറ്റകൃത്യത്തിനായി കോപ്പുകൂട്ടിയിരുന്നു. KL 60A9338 കടുത്തുരുത്തി സ്വദേശിയിൽ നിന്ന് ഷൂട്ടിംഗ് ആവശ്യത്തിനായി വാടകയ്ക്കെടുത്ത ഈ ട്രാവലറാണ് പൾസർ സുനിയും സംഘവും അന്ന് കുറ്റകൃത്യത്തിന് ഉപയോഗിച്ചത്. ഇന്നത് തൊണ്ടി മുതലായി കോടതി പരിസരത്ത് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അന്ന് ഷൂട്ടിംഗ് ആവശ്യം കഴിഞ്ഞ് സുനി ഈ വാഹനം തിരിച്ചു കൊടുത്തിരുന്നില്ല. ഇത് മോഡിഫിക്കേഷൻ നടത്തി തമ്മനത്തെ സുനിയുടെ വീട്ടിൽ തന്നെ നിർത്തിയിട്ടു. കുറ്റകൃത്യം നടന്ന 2017 ഫെബ്രുവരി 17 അന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പൾസർ സുനി പാലാരിവട്ടത്തെ ലാൽ മീഡിയയിലെത്തി. ഇതാണ് ലാൽ മീഡിയ. ഇവിടെ ആ ദിവസം 2-ാം പ്രതി മാർട്ടിനും ഉണ്ടായിരുന്നു. നേരത്തെ ആസൂത്രണം ചെയ്ത പ്രകാരം മാർട്ടിനെ ഏകദേശം ഒരു 4 മണി സമയമായപ്പോഴേക്കും പൾസർ സുനി നടിയെ കൂട്ടാനായി തൃശ്ശൂരിലേക്ക് വാഹനമെടുത്തു. യാത്രക്കിടയിൽ മാർട്ടിനും സുനിലും തമ്മിൽ നിരവധി തവണ ഫോണിൽ ബന്ധപ്പെട്ടു. എന്തൊക്കെ ചെയ്യണം, എവിടെയൊക്കെ നിർത്തണം തുടങ്ങിയെല്ലാം സുനി മാർട്ടിനെ പറഞ്ഞു പഠിപ്പിച്ചു. 4:45 ലാൽ മീഡിയയിൽ നിന്നിറങ്ങിയ സുനി ഇൻഫോ പാർക്കിലെത്തി 4-ാം പ്രതി വിജീഷിനെ കൂടെ കൂട്ടി. 5:30 സുനിലും വിജീഷും തമ്മനെത്തി. അവിടെ നിന്ന് 3-ാം പ്രതി മണികണ്ഠനൊപ്പം ചേർന്നു. മൂവരും സുനിയുടെ വീട്ടിൽ നിർത്തിയിട്ട ട്രാവലറുമായി പാലാരിവട്ടത്ത് നിന്ന് ഇന്ധനം നിറച്ച് അങ്കമാലി ഭാഗത്തേക്ക് തിരിച്ചു. അങ്കമാലിയിലെ അഡ്ലക്സ് കൺവെൻഷൻ സെന്റർ ഇവിടെ രാത്രി 7 മണിയോടെ ഇവിടെ എത്തിയ പൾസർ സുനിയും സംഘവും ട്രാവലർ എറണാകുളം ഡയറക്ഷനിലേക്ക് തിരിച്ചിട്ട് തൃശ്ശൂരിൽ നിന്നുള്ള നടിയുടെ വരവിനായി കാത്തിരുന്നു.
നടിയുടെ കൂടെ ആരുമില്ലെന്ന് ഉറപ്പിക്കാൻ പൾസർ സുനിയുടെ കുതന്ത്രം. നടി വണ്ടിയിൽ കയറുന്നതുവരെ മാർട്ടിനെ സുനി ഫോണിൽ വിളിച്ച് സംസാരിച്ചുകൊണ്ടേയിരുന്നു. കാറിൽ നടി ഒറ്റയ്ക്കാണ് കയറുന്നതെങ്കിൽ ഫോൺ അപ്പോൾ തന്നെ കട്ട് ചെയ്യണം. ആരെങ്കിലും കൂടെയുണ്ടെങ്കിൽ സംസാരം തുടരണമെന്നും നിർദ്ദേശം. നടി ഒറ്റയ്ക്ക് കാറിൽ കയറിയതോടെ മാർട്ടിൻ ഫോൺ കട്ട് ചെയ്തു. പിന്നീടുള്ള ആശയവിനിമയങ്ങളെല്ലാം SMS വഴിയായിരുന്നു. എവിടെ എത്തി, എത്ര വേഗത്തിൽ വരണം തുടങ്ങി എല്ലാം അറിയിച്ചുകൊണ്ടിരുന്നു. സമയം വൈകിപ്പിക്കുന്നതിനായി കാർ പതുക്കെയാണ് ഓടിച്ചത്. അഡ്ലക്സിന് മുന്നിൽ കാത്തിരുന്ന പൾസർ സുനിയുടെ ട്രാവലറിനെ നടിയുടെ കാർ മറികടന്നു. ട്രാവലറുമായി സുനിയും സംഘവും പിറകെ പിന്തുടർന്നു. നടി വാഹനത്തിൽ മറ്റാരോടെങ്കിലും ഫോണിൽ സംസാരിക്കുകയാണെങ്കിൽ തന്ത്രങ്ങൾ പാടും. അതില്ലെന്നുറപ്പിക്കാൻ പൾസർ സുനിയുടെ ക്രിമിനൽ മനസ്സിൽ അടുത്ത തന്ത്രം. നടി ഫോൺ ഉപയോഗിക്കാതെ ഇരിക്കുന്ന സമയം കാറിന്റെ ബ്രേക്ക് ലൈറ്റ് 3 തവണ തെളിയിക്കണം. ഒപ്പം SMS-ഉം ഫോണിലല്ലെങ്കിൽ അറിയിക്കണം. SMS വായിച്ച മാർട്ടിൻ അതിന് തയ്യാറെടുത്തു. എയർപോർട്ട് ജംഗ്ഷനിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലെ കോട്ടായ പാലം കഴിഞ്ഞപ്പോൾ 3 തവണ കാറിന്റെ ബ്രേക്ക് ലൈറ്റ് മിന്നി. പിന്നിൽ പിന്തുടർന്ന ട്രാവലർ കാറിന്റെ വലതുവശത്ത് മനഃപൂർവ്വം ഇടിപ്പിച്ചു. വാനിലുണ്ടായിരുന്നവർ കാറിനെ മറികടന്ന് നിർത്താൻ ആവശ്യപ്പെട്ടു. അങ്ങനെ വഴിയിൽ മാർട്ടിൻ കാർ ഒതുക്കി. സുനി ഒഴികെയുള്ളവർ ട്രാവലറിൽ നിന്ന് ചാടിയിറങ്ങി മാർട്ടിനുമായി തർക്കം തുടങ്ങി. ഉടനെ മണികണ്ഠനും വിജേഷും ഓടി വന്ന് കാറിൽ കയറി നടിയുടെ ഇരുവശത്തും ഇരുന്നു. മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ച് മുന്നിലെ ഡാഷ്ബോർഡിലേക്ക് ഇട്ടു. മണികണ്ഠൻ നടിയുടെ കൈ അമർത്തി പിടിച്ചു. നടി എതിർത്തപ്പോൾ മാർട്ടിനോടാണ് പ്രശ്നമെന്നും അവനെ ഞങ്ങൾ എടുക്കുമെന്നും പറഞ്ഞ സംഘം മാഡത്തെ എവിടെ വേണമെങ്കിലും ഇറക്കാമെന്നായി. ഭയം അഭിനയിച്ച് മാർട്ടിൻ കാർ എടുത്തു. കളമശ്ശേരി എത്തിയതോടെ ആരും പറയാതെ തന്നെ മാർട്ടിൻ വണ്ടി നിർത്തി. നടിയുടെ വലതുവശത്തിരുന്ന വിജീഷ് പുറത്തേക്ക് ഇറങ്ങി. 6-ാം പ്രതി പ്രദീപ് അവിടെ വെച്ച് വണ്ടിയിൽ കയറി. മാർട്ടിൻ വീണ്ടും വണ്ടിയെടുത്തു. പാലായിവട്ടവും കടന്നുപോയ കാർ വെണ്ണലയിലേക്കുള്ള റോഡിൽ ഗ്രില്ലിട്ട ഗേറ്റിന് മുന്നിൽ നിർത്തി. വെണ്ണല പുതിയ റോഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ആ കാർ വന്ന് നിന്നു. അപ്പോഴാണ് നടി തിരിച്ചറിഞ്ഞത് തന്റെ പിന്നിൽ ഒരു ട്രാവലർ പിന്തുടരുന്നുണ്ട് എന്ന്. ട്രാവലറിൽ നിന്ന് മുഖം മറച്ച് പൾസർ സുനി കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ വന്നിരുന്നു. നടിയെ ട്രാവലറിലേക്ക് തിരിച്ചു കയറ്റാനായിരുന്നു സുനിയുടെ പദ്ധതി. ആ സമയം ട്രാവലറിന് സ്റ്റാർട്ടിംഗ് ട്രബിൾ. കലിമുത്ത് കാറിൽ തന്നെ നടിയെ ഇരുത്തിയ സുനി വണ്ടി ശരവേഗത്തിൽ മുന്നോട്ടെടുത്തു. സീപോർട്ട് എയർപോർട്ട് റോഡിലേക്കാണ് കാർ കുതിച്ചത്. സലീമിന് ഡ്രൈവിംഗ് ചുമതല നൽകി സുനി പിറകിലേക്ക് കയറി നടിക്കൊപ്പം ഇരുന്നു. സുനിയുടെ കണ്ണ് കണ്ട് നടി ഗോവയിൽ തന്റെ ഡ്രൈവറായിരുന്ന ആളല്ലേ എന്ന് ചോദിച്ചു. എന്നെ മനസ്സിലായ സ്ഥിതിക്ക് മുഖം മറയ്ക്കുന്നില്ല എന്ന് പറഞ്ഞ് മുഖത്തെ കർച്ചീഫ് മാറ്റി. നടിയോട് സുനി പറഞ്ഞു, തനിക്കൊരു കൊട്ടേഷൻ ഉണ്ട്. സ്വമേധയാ താനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം. അതിന്റെ വീഡിയോ ചിത്രീകരിക്കും. ആരാണ് കൊട്ടേഷൻ നൽകിയതെന്ന് ചോദിച്ചപ്പോൾ ഒരു സ്ത്രീ എന്നായിരുന്നു മറുപടി. ആവശ്യം നിരസിച്ചതോടെ നടിയെ സുനി കയറി പിടിച്ചു. രാത്രി 10:30 മുതൽ 10:55 വരെ അരമണിക്കൂറോളം സമയം ഓടുന്ന കാറിൽ ക്രൂരമായ ബലാത്സംഗം. നഗ്ന ദൃശ്യങ്ങൾ ഫോണിലും പകർത്തി. കരഞ്ഞാൽ വീണ്ടും ഉപദ്രവിക്കുമെന്ന് ഭീഷണി. എല്ലാം കഴിഞ്ഞ് വാഹനം നേരെ പടമുകളിൽ ലാലിന്റെ വീടിന്റെ പരിസരത്തെത്തി. മാർട്ടിനെ കാർ ഏൽപ്പിച്ച് സുനിയും സംഘവും മടങ്ങി. ലാലിന്റെ വീടിന് മുന്നിൽ കാർ നിർത്തിയ മാർട്ടിൻ കണ്ടത് നിലവിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി പോകുന്ന നടിയെയാണ്. ശരിക്കും ഈ വാർത്ത കേട്ട് കഴിയുമ്പോൾ നമ്മളിങ്ങനെ നിശ്ചലമായിട്ട് നിന്നു പോകുന്ന അവസരങ്ങളില്ല. അങ്ങ് സ്റ്റാച്ചു പോലെ നമ്മളായിപ്പോവും. ഈ ഒരു സീനിൽ നിലവിളിച്ചുകൊണ്ട് ലാൽ മീഡിയയിലേക്ക് കയറിയ ആ ഒരു രംഗം ലാൽ പല ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ അയാൾക്കത് ഒരിക്കലും മറക്കാനാവില്ലാത്തൊരിതാണെന്നുള്ളത്. പല സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് ഇവർക്ക് തെറ്റുപറ്റിയത് ഫെയിമുള്ള ഒരു നടിയാകുമ്പോൾ രാത്രി നടത്തിയ ബലാത്സംഗം അഭിമാനമോർത്ത് അല്ലെങ്കിൽ അവരുടെ ആ പേര് പോകുന്നോർത്ത് അല്ലെങ്കിൽ അവരുടെ വിവാഹം നിശ്ചയിച്ച് വെച്ചിരിക്കുകയാണ്. ആ സമയത്ത് അത് പുറത്ത് പറഞ്ഞ് പബ്ലിസിറ്റി അതിന് കൊടുത്താൽ അവരുടെ ഭാവി നശിക്കും എന്നൊക്കെ വിചാരിച്ച് അവരത് ഒളിച്ചു വെക്കും എന്നുള്ള ഒരു രീതിയാണ്. പിന്നെ നഗ്നചിത്രങ്ങളും റേപ്പ് ചെയ്യുന്നതെല്ലാം പകർത്തുകയൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് പുറത്ത് വിടും എന്നൊക്കെയുള്ള ഭീഷണിയിൽ അവരെ ഒതുക്കാം എന്നുള്ള വിചാരമായിരുന്നു തോന്നുന്നു. പക്ഷേ ഇവരുടെയൊക്കെ കാഴ്ചപ്പാടും കണക്കൂട്ടലും എല്ലാം തെറ്റിച്ചുകൊണ്ടാണ് ഏതായാലും ലാൽ എന്നൊരു പോലീസ് ഓഫീസറെ വിളിച്ചു അത് പരസ്യമാകുകയും ചെയ്തത്. പിന്നെ മഞ്ജു വാര്യരാണ് ഇത് മുന്നോട്ട് ശരിക്കും പറഞ്ഞാൽ മൊഴി മാറാതെ നിന്ന് മുന്നോട്ട് കൊണ്ടുപോയ ആളും കൂടെ മഞ്ജു വാര്യരാണ്. സ്വാധീനവും അതും ഇതൊക്കെ ഉപയോഗിച്ചാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ആ മാർട്ടിൻ എന്ന് പറഞ്ഞവനെയൊക്കെ സമ്മതിക്കണ്ടേ. ഈ നടിയുടെ അച്ഛൻ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. അന്ന് അച്ഛനൊക്കെ മരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിനുശേഷം ആണ് ഈ ഒറ്റയ്ക്ക് രാത്രിയിൽ സഞ്ചരിച്ചത്. ഈ ഒറ്റയ്ക്ക് നടി ഒറ്റയ്ക്കാണ് കയറുന്നെങ്കിൽ അതുവരെ പൾസർ സുനി മാർട്ടിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. നടി കാറിൽ ഒറ്റയ്ക്കാണ് കയറുന്നതെങ്കിൽ അപ്പോൾ ഫോൺ കട്ട് ചെയ്യുക എന്നുള്ള ഗൂഢതന്ത്രം. അപ്പോൾ ഫോൺ കട്ട് ചെയ്യുന്നു. പിന്നീട് നടി കയറിയിട്ട് നടി മൊബൈൽ ഫോണിൽ ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ട്രാവലറിൽ പിന്തുടരുന്നുണ്ട്. ഇവർ കാറ് തട്ടി ആ സമയത്ത് തട്ടി മാർട്ടിനെ പുറത്താക്കി. അതായത് മാർട്ടിനോടുള്ള വൈരാഗ്യം കൊണ്ട് കാറ് തടയുന്നു. അതാണല്ലോ കാഴ്ച വെക്കുന്ന നാടകം. അപ്പോൾ ആ സമയത്ത് നടി ആരോടെങ്കിലും ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഫോണിൽ സംസാരിക്കുന്ന ആൾക്കാർ ഈ വിവരം അറിയാൻ, അതായത് കാറിനെ തടഞ്ഞിട്ടുണ്ടെന്നുള്ള വിവരം പറയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നടി ഫോണിൽ സംസാരിക്കാത്ത സമയത്ത് വേണം ഇവർക്ക് കാറ് തടയാൻ. അതിന് വേണ്ടി കാറ് 3 ലൈറ്റ് തെളിയിക്കുക എന്നുള്ള സിഗ്നൽ, അങ്ങനെ ഓരോ സിഗ്നലും കൊടുത്ത് വളരെ സ്ലോയിൽ മാർട്ടിൻ ഓടിച്ചു വിടുന്ന കാറ്, വളരെ സ്ലോ ആയിട്ട്. ആദ്യം കയറുമ്പോൾ മാർട്ടിനോടുള്ള വൈരാഗ്യത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ മാഡത്തിനെ എവിടെ വേണേലും ഇറക്കിയിടാമെന്ന് പറഞ്ഞ് കയറുന്നു. പിന്നീടാണ് അതുപോലെ തന്നെ നടിയുടെ ഒരു കാര്യം അതിൻ്റെ ഇടയ്ക്ക് കേട്ടോ, പൾസർ സുനി മുഖം മറച്ച് കണ്ണ് മാത്രം വെളിയിലാക്കി വന്നിട്ടും ആ നടിക്ക് ആളെ മനസ്സിലാക്കി. അന്നൊക്കെ കേട്ടിരുന്ന പിന്നീട് റേപ്പ് നടന്നതായിട്ടില്ല, ഭയങ്കരമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ചെറിയ ചെറിയ ഉപദ്രവങ്ങളും ഒക്കെയാണ് നടന്നെന്ന് അന്ന് അറിയുന്നത്. പക്ഷേ ഇപ്പോൾ പറഞ്ഞ കേട്ടോ റേപ്പും കൂടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്.
ശരിക്കും ഇതിൻ്റെ ഈ റേപ്പിൻ്റെ സീനുകളും നഗ്നചിത്രങ്ങളും ഒക്കെ വേണമെന്ന് ദിലീപ് പറഞ്ഞെന്നൊക്കെയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ ദിലീപ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മാപ്പ് അർഹിക്കാത്ത തെറ്റാണ്. അതിൻ്റെ പുറകിൽ ദിലീപാണെങ്കിൽ ഇനി ദിലീപിന് എന്തെല്ലാം നമ്മൾ മലയാളികൾ സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാലും ഒരു അംശം പോലും നമുക്ക് കൂടെ നിൽക്കാൻ പറ്റത്തില്ല ദിലീപിൻ്റെ. കാരണം ശരിക്കും ഇതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഒരു ഫിസിക്കലായിട്ടുള്ള അറ്റാക്കിനെക്കാട്ടും ഉപരി ഈ ഒരു സംഭവത്തിൽ ഒരു മെൻ്റലായിട്ടുള്ള ഒരു അറ്റാക്കുണ്ട്. ഒരു സ്ത്രീയുടെ മനസ്സിനെ വെച്ച് നോക്കുമ്പോൾ ആ പെൺകുട്ടി ആ ഒരു രാത്രി കടന്നു കഴിഞ്ഞ് ശരിക്കും നോർമൽ ആവാത്ത മാനസികമായിട്ടുള്ള ഒരു മാനസിക രോഗിയായിട്ട് തീരാം ഒന്നെങ്കിൽ. അതേപോലത്തെ മെൻ്റൽ ടോർച്ചറിങ് ആണ് അവിടെ നടക്കുന്നത്. ആ ഒരു അവസ്ഥ അത്രയും ഇരുട്ടും വിജനമായ റോഡും കുറേ ആഭാസന്മാരുടെ നടക്കും ഒരു കാറിൽ യാത്ര ചെയ്യുക അവരുടെ ഉപദ്രവങ്ങൾ ഒന്നിലധികം ആണുങ്ങളുടെ ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങി ഇരിക്കുക. അതൊന്ന് സങ്കല്പിച്ച് നോക്കുമ്പോൾ അറിയാം മെൻ്റലി ആയിട്ടൊരു പവറില്ലാത്ത ഒരു ശക്തിയില്ലാത്ത പെൺകുട്ടിയാണ്. അതോടെ ഒരു ഭ്രാന്തിയായിപ്പോകും. ഇനി ഭ്രാന്തി ആയില്ലെങ്കിലും ഒരു സെക്കൻഡ് പോലും ജീവിച്ചിരിക്കാതെ ആത്മഹത്യ ചെയ്യാൻ തോന്നും. ആ കാര്യത്തിനൊക്കെ ഈ നടിയെ ഉണ്ടല്ലോ നമ്മൾ പൂവിട്ട് പൂജിക്കണമെന്ന് പറയാം. കാരണം സാധാരണക്കാർക്ക് റിക്കവർ ചെയ്ത് വരാൻ പറ്റാത്ത ഒരു സംഭവമാണ്. സത്യം ജയിക്കട്ടെ. ഏതാണേ കോടതി ഇന്ന് 11 മണിക്ക് നമുക്കറിയാം. സത്യം ജയിക്കട്ടെ, അത് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.